എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റൈസ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു റൈസ് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലഗോൺ ചിക്കനാണ്. ഒരു ലഗോൺ ചിക്കൻ വലിയ പീസാക്കി കട്ട് ചെയ്ത്, ഈ ലഗോൺ ചിക്കന് ബ്രോയിലർ ചിക്കനേക്കാളും കൂടുതൽ കുക്കിംഗ് ടൈം ഉണ്ടാവും. അപ്പം നമുക്കിത് ഒരു പ്രഷർ കുക്കറിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. വലിയ പീസാക്കിയിട്ട് തന്നെ ഇത് കട്ട് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കന് നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എരിവിന് ആവശ്യത്തിനായിട്ട് ഞാനിവിടെ 6 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളവും, ഇത് വേവാനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിൽ എന്തായാലും വെള്ളം വരും, അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തിയതിന് ശേഷം തീ സിമ്മാക്കി വെച്ചതിന് ശേഷം 6 വിസിൽ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് നല്ല വേവുള്ള ചിക്കനാണ്, അപ്പോൾ നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കുക തന്നെ വേണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കന് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്, അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കയമ അരിയാണ്. 1 കിലോ കയമ അരി എടുത്തിട്ടുണ്ട്. നമുക്ക് അത് സാധാരണ കയമ അരിക്ക് നമ്മൾ എങ്ങനെയാണ് വെള്ളം കണക്കാക്കുക, അതുപോലെ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിത് കണക്കാക്കിയിട്ടുള്ളത്. ഈ ചോറ് നമ്മൾ കയമ അരി വെച്ച് തന്നെ ചെയ്യണം, എങ്കിലേ ഈ ടേസ്റ്റ് കിട്ടുള്ളൂ. ബസ്മതി അരി വെച്ച് ചെയ്യുമ്പോൾ ഇത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചോറുണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഞാൻ ചിക്കൻ സ്റ്റോക്കും അതുപോലെ തന്നെ അരിക്ക് കണക്കായ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചതാണ്. അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായി നിങ്ങൾ എത്ര അരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകും കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിളക്കുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലാണ് നമ്മളെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ചിക്കനൊക്കെ ഓൾറെഡി കുക്ക് ചെയ്തായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 2 സൈഡും മൊരിഞ്ഞ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ആ ടൈം കൊണ്ട് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പ് നോക്കണം. ഈ സമയത്ത് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്, അതിൻ്റെ സ്റ്റോക്ക് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ നെയ്യില്ലായിരുന്നു, നല്ല നെയ്യാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്, 6 kg. പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല, അതുപോലെ ഉള്ളിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. സാധാ റൈസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു റൈസാണ്, പക്ഷെ നല്ല ഫ്ലേവറുള്ളൊരു റൈസാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഈ റൈസിന് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം. പിന്നെ ഞാനിപ്പോൾ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് റൈസ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചോറിൻ്റെ ഒരു പരിപാടി. പെട്ടെന്ന് തന്നെ കഴിയും. നമ്മൾ ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസാണിത്. ഇപ്പോൾ ഞാൻ റൈസിന് കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്, ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസാണ്. ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള മന്തിക്ക് കൂട്ടുന്ന ആ ഒരു ചട്നിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാലഡിലും മയോണൈസും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറുള്ളൊരു റൈസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ മൈൽഡ് ഫ്ലേവറായിട്ടുള്ളൊരു റെസിപ്പിയാണ്.
ഈ ഒരു തക്കാളി ചട്നി കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ.